കുട്ടിക്കാലത്ത് നമ്മൾ സാധാരണ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് പോലത്തെ റെഡിമെയ്ഡ് ഓണമല്ലല്ലോ. ഞാനിത് ഒരുപാട് ചാനലിൽ പറഞ്ഞാണ്. ആൾക്കാർ കേൾക്കുമ്പോൾ ഇവൻ ഇത് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല ചോദിക്കും. ലേലം എന്ന പടമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ലേലം അത് വളരെ സന്തോഷമല്ല, കാരണം ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഭരതനാട്യം. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അസലായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കും ആർട്ടിസ്റ്റിന്. ദിലീപിൻ്റെ പടത്തിലൊക്കെ വെട്ടമൊക്കെ ചെയ്യുമ്പോൾ സാറ് ഓരോന്ന് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ലിമിറ്റേഷനും അത് വേണ്ട, നീ ഇത്രയും ചെയ്താൽ മതി. അത് ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ഇമ്പാക്റ്റാണ്. വളരെ മുഖ്യ പടങ്ങളിൽ എനിക്ക് ഒരു ദിവസം ഒരു ഹാഫ് ഡേ വർക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. മുമ്പ് അങ്ങനെയല്ല, ഡേറ്റ് അടുത്ത പടത്തിന് ചോദിച്ചിട്ടുണ്ട്. ലാൽ സാറ്, പ്രിയൻ സാറ്, അവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഹായ് ഹലോ, ലെമോണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്ടറാണ്, അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറാണ്. വെൽക്കം നന്ദു പൊതുവാൾ. നമസ്കാരം. ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പോകുന്നു. ഓണമൊക്കെ അല്ലേ? ഓണാശംസകൾ ആദ്യം തന്നെ. എല്ലാവർക്കും ഓണാശംസകൾ. ചേട്ടൻ്റെ പഴയ കാലത്തെ കുട്ടിക്കാലത്തെ ഓണങ്ങളുണ്ടല്ലോ, അപ്പോൾ ഒരു ഇപ്പോഴും ഓർമ്മയുള്ള കുട്ടിക്കാലത്ത് നമ്മൾ സാധാരണ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് പോലത്തെ റെഡിമെയ്ഡ് ഓണമല്ലല്ലോ. അന്ന് വീട്ടിലിതുപോലെ പൂടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര. പിന്നെ ഈ മാവേലി രാവിലെ പൂജയുണ്ട്, മാവേലി വെച്ചിട്ട് മറ്റേ ഓണത്തപ്പൻ വലിയ നീളത്തിലുള്ള മാവേലി പൂജ. മാവേലി വരുന്ന മറ്റേ നമ്മൾ ഇതുണ്ടാക്കില്ലേ, രൂപമുണ്ട്. മാവേലിയുടെ അല്ല, ഒരു 2-3 അതിനൊരു പേരുണ്ട്, മുട്ടു ചെയ്യാൻ. ആ ഓണത്തിന് മറ്റേ തുമ്പയൊക്കെ വിതറി ഒരു പൂജയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങും പുറത്തേക്ക്. എന്നുവെച്ചാൽ ബാക്കിയുള്ള വീടുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, അവിടെയൊക്കെ അടയിരിപ്പുണ്ടാവും. അത് കഴിക്കാൻ ആളെ അടിച്ചു മാറ്റാം. അതൊരു ഹോബിയായിരുന്നു. പൂക്കളൊക്കെ ഇടാറ്? പൂക്കളൊക്കെ ആദ്യകാലത്ത് കിട്ടുന്നു. ഞങ്ങൾ ആണുങ്ങളാണ്, അപ്പം മക്കള് ആരുമില്ല, ഞങ്ങൾ 3 ആമ്പിള്ളേരാണ്. അപ്പം അതുകൊണ്ട് അതിനോട് അങ്ങനെ ഒരു ക്രേസ് ഒന്നുമില്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഓണവും അന്നത്തെ ഓണവും. അപ്പോൾ ഈ പണ്ടത്തെ ഓണത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഓണത്തിലേക്ക് വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഓണം ചായ ഹോട്ടലിൽ കിട്ടുന്ന മറ്റേ വാങ്ങിക്കാൻ കിട്ടുമല്ലേ കടകളിൽ, ഇല്ലേ? ഓണത്തിൻ്റെ ദിവസം രസം എന്താ ഉള്ളതിൽ എന്ത് ഓർഡർ ചെയ്യുന്നു അത് വീട്ടിലെത്തുന്നു, കഴിക്കുന്നു. പണ്ട് കൂട്ടായ്മ ഉണ്ട്, ഇപ്പോൾ അവിടെ കൂട്ടായ്മ ഇല്ല. പണ്ട് നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ ആങ്ങളമാരോ പെങ്ങന്മാരുണ്ടെങ്കിൽ അവർ വീട്ടിൽ വരും, ഇല്ലേ? എല്ലാവരും ചേർന്നുള്ള ഒരു ആഹ്ലാദവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ടുള്ള, എന്നുവെച്ചാൽ തമ്മിൽ വഴക്കല്ല, സന്തോഷകരമായ ആഘോഷങ്ങൾ. ഇന്നിപ്പോൾ സമയോടെ 1, 2 ആര് വരുന്നു? ആരുമില്ല. എനിക്ക് എൻ്റെ ഇപ്പോൾ 2 അനിയന്മാരുണ്ട്, പക്ഷെ 2 പേരും, ഒരാൾ ജോലിയില്ല, ഒരാൾ കൊല്ലത്ത്, ആരും വരാനില്ല. അമ്മയും അച്ഛനും മരിച്ചുപോയി. അപ്പം പിന്നെ നമ്മുടെ ഓണം ഞങ്ങൾ മാത്രമായിട്ട്. അതിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുന്ന പോലെ വലിയ വിഭവസമൃദ്ധിയായ സദ്യ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഉണ്ടാക്കുക, ഊണ് കഴിക്കുക. അവർ തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പഴയ തനിമ പോയല്ല, പണ്ടേ പോയി. ഒരു ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ്റെ കാലമാണ്. അതെ, എല്ലാം. പിന്നെ കുറേ നേരം ടി വിയിൽ ഓണം കണ്ടിരിക്കുക, അതും ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ല. ഓണസദ്യ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ഏതാ? അല്ല, നമ്മൾ പൊതുവേ പച്ചക്കറിക്കാരാണ്. ഞാൻ നോൺ വെജ് കഴിക്കും, വീട്ടിൽ സമ്മതിക്കില്ല. ഞങ്ങളുടെ സമുദായം അങ്ങനത്തെ പച്ചക്കറിക്കാരാണ്. പൊതുവാൾമാർ പച്ചക്കറി നോൺ വെജ് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനൊക്കെ വെളിയിൽ പോയാലേ ഉള്ളൂ, വീട്ടിലല്ലോടല്ല. എനിക്ക് ഒരുപാടുപ്പെട്ട കറികളൊക്കെ, പച്ചക്കറി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് അവിയലൊക്കെ വളരെ ഇഷ്ടമാണ്. ആണല്ലേ? ഇതിൽ ഈ കൂട്ടുകറികളൊക്കെ ഭയങ്കര, അതൊക്കെ അങ്ങനെ നമുക്ക് ആവശ്യത്തിനൊന്നും കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അതെ. സെറ്റുകൾ ഓണാഘോഷമുണ്ടോ? സെറ്റുകളാണ് ആഘോഷമുണ്ട്, അത് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അത് ആ ഷൂട്ട് നടക്കുന്ന സമയം, അന്ന് ഓണത്തിൻ്റെ ഇടന്ന് ഷൂട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ച് 2 പന്തിയായിട്ട്, കാരണം ആദ്യം കുറച്ച് പേരിരുന്നു, പിന്നെ അങ്ങനെ അതൊരു ഉത്സവമാണ്. ഓണാഘോഷക്കാർ കുറേ ആർട്ടിസ്റ്റുകളും അല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും, എല്ലാവരും ഒരുപോലെ തന്നെ സംസാരിക്കുമ്പോൾ അതൊക്കെ ഒരു. ചേട്ടൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണോ? അല്ല, ഞാനിത് ഒരുപാട് ചാനലിൽ പറഞ്ഞാണ്. ആൾക്കാർ കേൾക്കുമ്പോൾ ഇവൻ ഇത് തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല ചോദിക്കും. ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് അഭിനയങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്, ചെറിയ റോളുകൾ. മിമിക്രിയിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് നമ്മൾ ചെറിയ അപ്പോൾ അന്ന് ഈ മിമിക്രിക്കാരെ വെച്ച് ഒരു പടം എടുത്തു, മിമിക്സ് ആക്ഷൻ 500. അതിൽ 10 നായകന്മാരിലൊരു നായകൻ ഞാനാണ്. അബിയാണ് എന്നെ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പടത്തിലേക്ക് അബിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഞങ്ങൾ 10 പേരാണ്, അബി, ഞാൻ, കോട്ടയം നസീർ, അങ്ങനെ കുറച്ച് സൈനുദ്ദീൻ, നാരായണൻകുട്ടി, അങ്ങനെ കുറേ ആൾക്കാരാണ്. അതിനകത്ത് എല്ലാം മിമിക്രിക്കാരും. അത് കഴിഞ്ഞിട്ട് അപ്പോഴൊന്നും പ്രൊഡക്ഷനിലൊന്നും വന്നിട്ടില്ല.
അത് കഴിഞ്ഞ് ചെറിയ ചെറിയ റോളുകളൊക്കെ ആദർശ ചില പടങ്ങളിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ റോളുകൾ കുറേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദിലീപുമായിട്ടുള്ള സൗഹൃദം വളർന്നു. വീഡിയോ ഓഡിയോ കാസറ്റുകൾ ഞാൻ കുറേ സൂപ്പർവൈസ് ചെയ്തു, കുറേ കോർഡിനേറ്റ് ചെയ്തു. വീഡിയോ കാസറ്റ് മുഖ്യത് ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്യാറ് ആ കാലഘട്ടത്തിൽ. അതിലൂടെ നിൽക്കുമ്പോൾ ദിലീപ് സിനിമയിൽ സജീവമായി. ഒരു ദിവസം ലാൽ ജോസ് എന്നോട് പറഞ്ഞു, നിനക്ക് സിനിമയിൽ പോയി പ്രൊഡക്ഷൻ മാനേജർ ആയാൽ ഷൈൻ ചെയ്യാം, നിനക്ക് കാരണം ഞാനിതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ലാലു നിനക്ക് അത് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. ലാലു എന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ദിലീപിനോട് പറയാം, നീയും കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ അവനോട് പറയാം. അപ്പം അന്ന് സല്ലാപൊക്കെ ഇറങ്ങി ഹിറ്റായിട്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ ദിലീപിനോട് പറഞ്ഞപ്പോൾ ലാലു ആദർശയൊക്കെ ദിലീപിനോട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്യാളാ, വരട്ടെ, നല്ല സംഭവം വരട്ടെ, എന്നിട്ട് വിളിക്കാം, വെറുതെ ചാടിപ്പോല്ല, ഞാൻ പറയാം. അങ്ങനെ ദിലീപ് എന്നെ 7 Arts മൂവ്മെൻറ്റിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ്. പ്രൊഡക്ഷൻ കൺട്രോളർ. ലേലം എന്ന പടമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ലേലം, സുരേഷ് ഗോപി, ജോഷി സാറ്, രഞ്ജി പണിക്കരായിട്ട് വലിയൊരു പടം, വലിയ പടം 7 Arts. അപ്പോൾ 7 Artsലാണ് ഞാൻ ആദ്യമായിട്ട് മോഹനേട്ടൻ്റെ അണ്ടറിലാണ് പ്രൊഡക്ഷൻ ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ ഭാഗ്യം കൊണ്ട് എക്സിക്യൂട്ടീവായി തുടങ്ങി, മാനേജറായി, എക്സിക്യൂട്ടീവായി, പ്രൊഡക്ഷൻ കൺട്രോളർ. മോഹനേട്ടൻ്റെ കൂടെ പടം ചെയ്തു, ജോഷി സാറിൻ്റെ പടങ്ങൾ ചെയ്തു, പ്രിയദർശൻ സാറിൻ്റെ പടം ചെയ്തു, ലാൽ ജോസിൻ്റെ പടം ചെയ്തു, ഗൗതം മേനോൻ സാറിൻ്റെ പടം, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുടെ പടങ്ങൾ. റഫി മക്കാട്ടിൻ ഒക്കെ മലയാളത്തിലെ ഒരുപാട് ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ, ഷാജി കൈലാസ് സാറിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തു. ഒരുപാട് ഇവരുടെയൊക്കെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ അതുപോലെ പ്രൊഡക്ഷൻ ലീഡിങ് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കൂടെ എല്ലാം ഞാൻ പറഞ്ഞത് രജപുത്ര രഞ്ജിത്ത് ചേട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടില്ല. പിന്നെ അരോമൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു, സേതു അടൂരിൻ്റെ കൂടെ, സിത്തു പനകൽ ഇപ്പോഴും ലീഡിങ് ഉള്ള ആളാണ് സിത്തു പനകൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ കിട്ടി, കുറേ അഭിനയിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി, നല്ല നല്ല ബാനറുകളിൽ അഭിനയിക്കാനും പ്രതീക്ഷിക്കാതെ തന്നെ. ഇപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ, ലാൽ സാർക്ക് ഒരുപാട് തുടരുമാർ ഇപ്പോഴത്തെ തുടക്കത്തിലും അഭിനയിച്ചു. ലാൽ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറ്റി. ഒരു സിനിമ കാണുമ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ സുരേഷ് ചേട്ടൻ്റെ കൂടെ അതിനൊക്കെ ഒരു വഴി വെച്ച് തന്നത് ദിലീപാണ്. പിന്നെ ഇപ്പോൾ ചേട്ടൻ്റെ സിനിമകളിൽ കാണുമ്പോൾ ഇപ്പോൾ ചെറിയ വേഷത്തിലാണ് വരുന്നതെങ്കിലും നമ്മളെപ്പോഴും ഓർത്തിരിക്കും. അപ്പോൾ പൊതുവെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ചെയ്യുന്ന സംഭവം ജനം ഏറ്റെടുക്കുന്ന ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം പൊതുവെ ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ വന്ന ഒരാളെ പെട്ടെന്ന് ഓർക്കണമെന്നില്ല. പക്ഷേ ചേട്ടനെ കാണുമ്പോൾ ഇപ്പോൾ എത്ര ചെറിയ വേഷത്തിൽ വന്നതാണെങ്കിലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്കത് എപ്പോഴും നോട്ടബിളാണ്. അതെ, അതൊരു ദൈവഭാഗ്യമായിട്ട് കാണുന്നത്. അതെ, ഇപ്പോൾ ഏത് സിനിമ എടുക്കുകയാണെങ്കിലും പിന്നെ ഇപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു സെൽഫ് ട്രോള് പോലെ തന്നെ വന്നിട്ടുണ്ട്. കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ വഴിപോക്കൻ എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതൊരു സെൽഫ് ട്രോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ, അത് ഞാൻ ഒരു വഴിപോക്കനാന്ന് ഞാൻ തന്നെയാണല്ലോ പറയുന്നത്. അതെ, അത് നാദർഷ എഴുതിയ ഡയലോഗാണ്. നാദർഷയ്ക്ക് അങ്ങനെ, നാദർഷയ്ക്ക് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും പറയും. നാദർഷ എഴുതിയ ഡയലോഗാണ് വഴിപോക്കൻ. ഓക്കെ. എന്തായാലും അപ്പോഴും ഈ പ്രൊഡക്ഷൻ കൺട്രോളായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഒരു എയിം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും നടക്കൂലൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ ചെയ്യുന്ന പടങ്ങളിലൊക്കെ എന്തായാലും ഒരു വേഷം ഡയറക്ടർമാർ തരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും ഒരു വേഷം എനിക്ക് തരണം. അങ്ങനെ കിട്ടുന്നതൊക്കെ നല്ല വേഷങ്ങളായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇറങ്ങിയത് മോഹിനിയാട്ടമാണ്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയാണ്. ഭരതനാട്യത്തിലും ചെയ്തു, അതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. തിയേറ്ററിൽ നിന്ന് ഒരുപാട് ചിരിപ്പിച്ചു ചേട്ടൻ്റെ കഥാപാത്രം. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ അത് വളരെ സന്തോഷമല്ല. കാരണം ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഭരതനാട്യം. ജീവിതത്തിൽ ഞാൻ ഭരതനാട്യത്തിൽ ഇങ്ങനെ ത്രൂ ഔട്ട് റോൾ ചെയ്യാൻ പറ്റുമെന്നോ, അതിന് മുമ്പ് 2-3 പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ത്രൂ ഔട്ട് ഇതുപോലെ ശ്രദ്ധിക്കപ്പെടാൻ സാധിക്കുന്നു, ഭരതനാട്യവും മോഹിനിയാട്ടം പോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആ ഡയറക്ടർ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ മുമ്പ് പരിചയം പോലുമില്ല. മുമ്പ് പരിചയമില്ലാത്ത അദ്ദേഹം ആകെ ഡിമാൻഡ് പറഞ്ഞത് എന്നോട് സൈജു കുറുപ്പ് പറഞ്ഞ പ്രൊഡ്യൂസർ ആകെ 2 ക്യാരക്ടറുകളാണ് അദ്ദേഹം ഡിമാൻഡ് പറഞ്ഞു, ഓപ്ഷൻ ഇല്ലാത്ത. ഒന്ന് കലാരഞ്ജിനി ചേച്ചിക്കും ഒന്ന് എൻ്റെ പേരും അവർ. ഇത് രണ്ടും എനിക്ക് മസ്റ്റായിട്ട് വേണം, ബാക്കി എന്ത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് നോക്കാം. ഷൈജു എന്നോട് പറഞ്ഞത്, ഷൈജു ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമല്ല തീർച്ചയായും. കാരണം ഒരാൾ ത്രൂ ഔട്ട് വന്ന് എൻ്റെ ക്യാരക്ടറിൻ്റെ കഥ പറയുക, നമ്മളത് മുമ്പ് കഥയൊന്നുമല്ല വന്ന് ചെയ്യുക, ആ സംഭവം പറഞ്ഞു തരും, ഇതാണ് കഥ, ഇതാണ് ചേട്ടൻ്റെ ക്യാരക്ടർ. അത് പ്രിയദർശൻ സാറിൻ്റെ പടം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഹിന്ദി പടം സാർ ചെയ്തു, ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട്, ഇലക്ഷൻ സമയത്ത് ചെയ്തത്. അതിൻ്റെ പ്രൊഡക്ഷൻ ഞാനായിരുന്നു. ആ സമയത്താണ് കൃഷ്ണദാസ് റെഡി വന്നതിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞത് ഭരതനാട്യം.
ജീവിതത്തിൽ കിട്ടുകയും ചെയ്തു. അത് OTT സൂപ്പർ ഹിറ്റാണ്. അന്ന് തിയേറ്ററിൽ അത് ആ കാലത്ത് കുറേ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഹേമ കമ്മീഷൻ കുറേ പടങ്ങളെ ബാധിച്ചല്ലോ. അല്ലെങ്കിൽ അത് തിയേറ്ററിൽ ഹിറ്റായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ മോഹിനിയാട്ടം ഹിറ്റായി. ഇപ്പോൾ മോഹിനിയാട്ടത്തിൽ ഫുള്ള് പ്ലേ ഓറിയൻറ്റഡ് ആണ്. അതിൽ ഓരോ സീനും ആ പ്ലേ ഒക്കെ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ വർക്കായി ഓരോ ഷോട്ടിലും നമുക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ പ്ലേ എങ്ങനെ മുമ്പേ റിഹേഴ്സൽ ചെയ്യുമോ? റിഹേഴ്സലുണ്ട്, പറഞ്ഞു തരും. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ എഴുതിയിരിക്കുന്നതാണ് അതിലെ എല്ലാ ഡയലോഗ്സും. വളരെ ചുരുക്കം കോൺട്രിബ്യൂഷനൊക്കെ സുരാജിൻ്റെയൊക്കെ ഡബ്ബിങ് സമയത്തൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. സുരാജിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലുണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകളോ. ബാക്കി എല്ലാവരും പറയുന്നതിൻ്റെ 80% ക്രെഡിറ്റും അദ്ദേഹത്തിനാണ്. അത് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ആ തലേന്നാണ് ഇത് വന്നിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് അത് എഴുതി അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്തു. നമുക്കത് കൂളായിട്ട് സ്വാതന്ത്ര്യ ആവിഷ്കരണം ചെയ്യാം. തമാശകളൊക്കെ ഒരു 90% എഴുതി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു പോയിന്റ് ചെയ്യുക. നോട്ട് ചെയ്ത് പെട്ടെന്ന് അത് കത്തും. സീരിയസ് ആയിട്ട് പറഞ്ഞു തരിക, ചിരിച്ചുകൊണ്ടൊന്നുമില്ല പുള്ളി പറയുക. അതെങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജഗദീഷ് ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയദർശൻ സാറിനെ പറ്റി. പ്രിയദർശൻ സാറിൻ്റെ ഒക്കെ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഏകദേശം ഒരു 90% തമാശകൾ സാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയാണ്. പ്രിയൻ സാറിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചതല്ലേ 2-3 പടം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അസലായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കും ആർട്ടിസ്റ്റിന്. ദിലീപിൻ്റെ പടത്തിലൊക്കെ വെട്ടമൊക്കെ ചെയ്യുമ്പോൾ സാറ് ഓരോന്ന് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ലിമിറ്റേഷനും അത് വേണ്ട നീ ഇത്രയും ചെയ്താൽ മതി. അത് ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ഇമ്പാക്റ്റാണ്. ഇപ്പോൾ വെട്ടത്തിൽ ആ ട്രെയിൻ സീനാണെങ്കിലും ചേട്ടൻ്റെ സീനാണെങ്കിൽ പോലും ആ ഒരൊറ്റ സീനിൽ മാത്രമേ ഉള്ളൂവെങ്കിലും ഇന്നും അതിൻ്റെ ഇമോജീസും മീംസും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റിക്കേഴ്സും ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഈ ചില സീനുകളൊക്കെയാണ് നമുക്കൊരു കൾട്ടായി മാറുക അല്ലേ? ഒട്ടോ അറബിയുമായിരുന്നായിരുന്നു ആ ഒരൊറ്റ സീനാണ്, പക്ഷെ ഭയങ്കര അഭിപ്രായം അത് കൾട്ടായി മാറി. ചില സീനുകൾ മാത്രമാണ്, എല്ലാം ആവണമെന്നില്ല. അപ്പോൾ അത്രയും ഹ്യൂമർ ത്രൂ ഔട്ട് ഹ്യൂമറുള്ള ഒരു പടമാണ് വെട്ടം. എന്നാൽ പോലും ഒരു നമുക്ക് ആ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ഇന്നും ആൾക്കാർ അത് ഓർമ്മിക്കുന്നത് പറയുന്നത് റീക്രിയേറ്റ് ചെയ്ത് ബബ്ബയിൽ, അത് ഞാൻ പറയാൻ വരികയാണ്. ബബ്ബയിൽ അത് റീക്രിയേറ്റ് ചെയ്ത് ചേട്ടൻ അതിലുണ്ടായിരുന്നു. കാരണം അത് അത്രയും ആൾക്കാരുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നതുകൊണ്ടാണ്, അതിൻ്റെ ഇമ്പാക്ട് എത്രത്തോളം അറിയുന്നതുകൊണ്ടാണ് ഇന്നും അതങ്ങനെ വരുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. എനിക്ക് തോന്നുന്നു അത് ചേട്ടൻ തന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് യാദൃശ്ചികമായിട്ടാണ് അത് യാദൃശ്ചികമായിട്ട് വെറുതെ കാണിച്ചതാണ്. വെറുതെ കാണിച്ചപ്പോൾ ദിലീപ് കൗണ്ടർ ഇട്ടു. സാറത് ഡെവലപ്പ് ചെയ്തു. സാറിന് അറിയാലോ അത് എന്താണ് എവിടെയാണ് എന്നുള്ളത്. പ്രിയൻ സാറിന് നല്ല കാൽക്കുലേഷൻ. ഇപ്പോൾ മോഹിനിയാട്ടം ഇപ്പോൾ ഇറങ്ങി, ഇപ്പോൾ അടുത്ത 3ാം ഭാഗം ഒരു അനൗൺസ് ചെയ്യാൻ പോകുന്ന പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ഈ മോഹിനിയാട്ടം ഇപ്പോൾ ചേട്ടൻ്റെ കരിയറിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? മോഹിനിയാട്ടം എനിക്ക് വളരെയധികം സ്വാധീനിച്ചു. കാരണം അത് കഴിഞ്ഞിട്ട് കുറച്ച് പടങ്ങൾ വന്നു, ക്യാരക്ടറുകൾ ഇപ്പം ചെയ്തിട്ട് വന്നേ ഉള്ളൂ. മോഹനവല്ലി അതൊരു 7 ദിവസം വർക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ മുഖ്യ പടങ്ങളിൽ എനിക്ക് ഒരു ദിവസം ഒരു ഹാഫ് ഡേ വർക്കൊക്കെ ഉണ്ടാവാറുള്ളൂ മുമ്പ്. അങ്ങനെയല്ല, ഡേറ്റ് അടുത്ത പടത്തിന് ചോദിച്ചിട്ടുണ്ട്, പത്മകുമാർ സാറിൻ്റെ പടത്തിന് ചോദിച്ചിട്ടുണ്ട് 9 ദിവസം. അപ്പം അങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അതൊരു മോഹിനിയാട്ടത്തിൻ്റെ ഒരു കഴിവാണ്. മോഹിനിയാട്ടം ചെയ്തതിൻ്റെ ഒരു ഗുണമാണ്. അതിൻ്റെ 3ാമത്തെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? അത് അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. അടുത്ത വർഷം സമയം എടുത്ത് വേണമല്ലോ ചെയ്യാൻ. റീലൊക്കെ ആയിരിക്കും അല്ലേ? അത് എന്തായാലും അടുത്ത വർഷം. ഇപ്പം ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്. പ്രൊഡക്ഷൻ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിദ്ധു പനക്കലിൻ്റെ കൂടെയായിരുന്നു ഒറ്റക്കൊമ്പൻ, സുരേഷ് സുരേഷിൻ്റെ പടമാണ്. അത് 2 വർഷമായി ആ പടം തുടങ്ങിയിട്ട്. ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് വരികയാണ്, ഇപ്പോൾ തുടങ്ങും. ഇപ്പോൾ അത് ഇറങ്ങാറായി അതിൻ്റെ വർക്കുകളൊക്കെ? ഇല്ല, അതിൻ്റെ ക്ലൈമാക്സ് എടുക്കും. 10 ദിവസം ഇനിയും വർക്കുണ്ട്, കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചേട്ടാ, ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു സിനിമയിൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ, റൈറ്റർ, ആർട്ടിസ്റ്റുകളിൽ നിന്നൊക്കെ മാറ്റാൻ ടെക്നീഷ്യൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഡയറക്ടർ, റൈറ്റർ, DOP എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്ന ആളാണല്ലോ പ്രൊഡക്ഷൻ കൺട്രോളർ. അത്രയും ഷൂട്ടിംഗ് ഡേയ്സ് മൊത്തത്തിൽ. അപ്പം അതൊരു വലിയൊരു ഹെഡേക്ക് ആണോ? അതെങ്ങനെ അത്? അല്ല, അത് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ഇല്ലാത്തപ്പോൾ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ഡിസിഷൻ എടുക്കാം എല്ലാ കാര്യങ്ങളും. ഒരു പ്രൊജക്റ്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ച് ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനൊരു ചാർട്ട് ഉണ്ടാക്കി പുള്ളിയുടെ അസിസ്റ്റൻസിന് ഉണ്ടാവും. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ മാനേജർ, രണ്ടും കൂടെ ആണല്ലോ. അവർക്ക് നിർദ്ദേശം നൽകി എങ്ങനെ ബഡ്ജറ്റ് കുറച്ച് കൊണ്ടുപോകാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് പ്രൊഡക്ഷൻ കൺട്രോൾ. 3 കോടിയുടെ പടമാണെങ്കിൽ 2 കോടിക്ക് എങ്ങനെ തീർക്കാം, 2.5 കോടിക്ക് എങ്ങനെ തീർക്കാം എന്നുള്ളത്
അപ്പോൾ അങ്ങനെ നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വരുന്ന സമയത്ത് പടത്തിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും? ഇല്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യാം. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പടത്തിന് ഇതുണ്ടാവില്ല. നമ്മൾ പല ഡയറക്ടേഴ്സും പല കാര്യങ്ങളും മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില പ്രൊഡ്യൂസേഴ്സ് പറയും അത് തരാൻ പറ്റില്ല. അവർ നോക്കുന്നത് സാമ്പത്തികം, അവർക്ക് പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അത് ലൈൻ പ്രൊഡ്യൂസർ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് തന്നെ പൈസ മുടക്കാത്ത ആൾക്കാരുണ്ട്. ബാക്കി കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ പ്രൊഡ്യൂസറെ കൊണ്ടുവന്നതായാലായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഈ നമ്മൾ ചാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അസോസിയേറ്റൊക്കെ കൂടെ ഒരു പടം ഇത്ര ദിവസം ചാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ചാർട്ട് ഡേയ്സ് എക്സീഡ് ചെയ്ത് പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ട്, ഇഷ്ടമാതിരി. ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം, കാലാവസ്ഥ കൊണ്ട് പറ്റും, പെർമിഷൻ്റെ ചില ന്യൂനതകൾ കൊണ്ട് പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചിട്ട് ചാർട്ട് ചെയ്യും. ചില ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് തന്നിട്ട് ആ സമയത്ത് ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഒരു ആക്സിഡൻറ്റ് നടന്നു, അല്ലെങ്കിൽ മഴ, ഡേറ്റ് 2 പടങ്ങളിൽ കൊടുത്ത് ക്ലാഷായി, അവിടുന്ന് വരാൻ പറ്റുന്നില്ല, അവിടുന്ന് വിടാൻ പറ്റില്ല. പക്ഷേ തിരിച്ച് തമിഴിലൊക്കെ പോയി കിട്ടി കഴിഞ്ഞാൽ വലിയ പടം. ഇപ്പോൾ പഴയ കാലം അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രത്തോളം? ഇപ്പോൾ ഭയങ്കര സൗകര്യങ്ങളില്ല. പണ്ട് സൗകര്യങ്ങളില്ലല്ലോ. പണ്ട് സൗകര്യങ്ങളില്ല, പടം ലിമിറ്റ് ഡേറ്റുകൾ കൊണ്ട് തീർക്കുമായിരുന്നു. സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ ഇഷ്ടംമാതിരി സൗകര്യമല്ലേ. അപ്പോൾ ഡേറ്റ്സും കൂടുതലാണ്. ഇപ്പോൾ കോസ്റ്റ് കൂടില്ല. പണ്ട് അത്രയും കോസ്റ്റ് ഇല്ലെന്നാണ് പറഞ്ഞു. കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കാം. അല്ല, പണ്ടത്തെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീകൾക്കൊന്ന് വാഷ്റൂമിൽ പോകാനാണെങ്കിൽ അതൊന്നും സൗകര്യങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ വീടുകൾ അടുത്തുണ്ടെങ്കിൽ അതേ നടക്കും. ആണുങ്ങൾ അവിടെ തന്നെ ലൊക്കേഷനിലൂടെ കാരവാനും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോഴും കാരവണൊക്കെ തുടങ്ങിയ പിന്നെ സെപ്പറേറ്റ് കാരവണായി, ഓരോരുത്തർക്ക് കാരവണായി, ഗ്രൂപ്പ് കമ്പനിക്കൊരു ഗ്രൂപ്പ് കാരവണായി. അങ്ങനെ ചേട്ടാ, അതേപോലെ ഇപ്പോൾ ഈ വർക്കിംഗ് ടൈം മാറിയല്ലോ. 9 മണി വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 മണി വരെ. ഇപ്പോൾ 12 മണിക്കൂർ വർക്ക് ചെയ്യാവുന്നുള്ളൊരു നിയമം വന്നു. അതിപ്പോൾ എങ്ങനെ, സിനിമയ്ക്ക് ഗുണമാണോ മോശമാണോ? സിനിമയ്ക്ക് നമ്മൾ പ്രൊഡ്യൂസർ നമുക്ക് വലിയ പാടാണ്. ഈ 12 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഡാറ്റ വലിയ തലവേദനയാണ് അത്. പക്ഷെ അത് എനിക്ക് അതിലെന്താണ് മാറ്റം വരുന്നത് എനിക്കിപ്പോഴും കാൽക്കുലേഷൻ നോക്കിയിട്ട് മനസ്സിലാവും. കാരണം പണ്ട് ഇത്ര മണി കഴിഞ്ഞാൽ അടുത്ത കാൾ ഷീറ്റ്, ഇത്ര മണി കഴിഞ്ഞാൽ അടുത്ത കാൾ ഷീറ്റ്. ഇതിപ്പോൾ അവർക്ക് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ 12 മണിക്കൂർ എന്നുള്ളത് മറ്റേത് 9 to തുടങ്ങിയ 9, അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങിയ 10 മണി, അതാണ് ഇപ്പോഴത്തെ. പണ്ട് അങ്ങനെയല്ല, 6 to 9:30 ഒറ്റ കാൾ ഷീറ്റാണ്. ഓക്കെ, ഒരു രീതി. ഇപ്പോൾ അത് 9 മണി കഴിഞ്ഞാൽ 2 മണി വരെ, 2 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അങ്ങനെയായിരുന്നു പോയത്. അതല്ല ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ പോവുകയാണെങ്കിൽ ഓരോ മണിക്കൂറിനും ബാറ്റയുടെ എത്ര പെർസെൻറ്റേജ് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നഷ്ടമാണ്. അപ്പോൾ അതിപ്പോൾ നൈറ്റ് ഷെഡ്യൂൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നൈറ്റ് ഷെഡ്യൂൾ നിങ്ങളിപ്പോൾ എത്ര രാത്രി നിങ്ങൾക്ക് 2 മണി വരെ പോകുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ രാവിലെ തുടങ്ങാൻ പറ്റില്ല. രാവിലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ മാറും. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ സിനിമ ഒരു വ്യവസായമാക്കി മാറ്റി എന്നുള്ള രീതിയിലെ ബില്ല് വന്നു. അതിൻ്റെ ചേട്ടൻ്റെ അഭിപ്രായം എന്താ? മുമ്പേ നമ്മളൊരു കലയായിട്ടാണല്ലോ കണ്ടിരുന്നത്. ഇപ്പം അത് ഇവർ സിനിമ വ്യവസായമാക്കി മാറ്റിയതുകൊണ്ട് ബില്ല് വന്നിട്ട് കാര്യമില്ല. ഒരു ഗവൺമെൻറ് സ്ഥാപനം ഒരു ഷൂട്ടിങ് വരുന്നില്ലല്ലോ. ഇതെന്ത് കാണിച്ചിട്ട് വരും? ഒരു ഗസ്റ്റ് ഹൗസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റൂളില്ല. നമുക്ക് പണ്ട് ഈ ആലുവ ഗസ്റ്റ് ഹൗസും എല്ലാം ഷൂട്ടിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന. അപ്പോൾ പുതിയ ബൈലാണ് ഷൂട്ടിങ്ങിന് കൊടുക്കാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു സാധനം ഷൂട്ടിങ്ങിന് തരാൻ അവർക്ക് പാടാം. നിയമസഭ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പടത്തിന് ചോദിച്ചിട്ട് തന്നില്ല. ഇപ്പം ഭരണം മാറിയപ്പോൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ള വ്യവസായമാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ബാക്കിയുള്ള സഹായങ്ങളും തരണം. ഇപ്പോൾ ചേട്ടൻ്റെ ഇത്രയും കാലത്തെ കരിയർ എടുക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട, ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് വന്നു, പിന്നെ ഇപ്പോൾ അത് വലിയ വലിയ വേഷങ്ങളിലേക്ക് മാറാണ്. അപ്പോൾ ഇത്രയും കാലത്തെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ക്ഷമ, അത് ചേട്ടൻ്റെ എത്രത്തോളം ഉണ്ടാവും? ഈ ജോലിക്ക് ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ നമുക്കത് വലിയ പാടാണ്, ഭ്രാന്തായി മാറും. കാരണം മാക്സിമം ക്ഷമ. പല രീതിയിൽ നമുക്കത് ഒരുപാട് സ്ഥലത്തു നിന്ന് നമ്മൾ എത്ര ചെയ്താലും ചില സമയത്ത് കുറ്റപ്പെടുത്തലുകൾ വരും, വീഴ്ച വരും. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകണം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറെ സേവ് ചെയ്യാൻ വേണം, ഡയറക്ടറെ ഫേവർ ചെയ്യാൻ വേണം. അതിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കരം തന്നെ. അപ്പോൾ ഒരാളെ റെഡിയായാലും മറ്റേ ആൾ റെഡിയാക്കും, മറ്റേ ആൾ ഇയാളെ പ്രശ്നം അത് കോംപ്രമൈസ് ചെയ്ത് അത് കൊണ്ടുപോയി. ഇതൊക്കെ പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ ഡയറക്ടറെ അറിയിക്കാതെ കൊണ്ടുപോകണം. ഡയറക്ടറെയൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പുറത്തറിയിക്കാതെ സോൾവ് ചെയ്യാം. ഒരു ബ്രിഡ്ജാണല്ലേ പ്രൊഡ്യൂസറും. അല്ലാതെ അവരോടും പറഞ്ഞു ഇവരോടും പറഞ്ഞു അത് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രൊഡക്ഷനിൽ കാശില്ല, ബാറ്റ് കൊടുക്കാൻ പ്രശ്നമുണ്ട്, അത് ഉടനെ പബ്ലിഷ് ചെയ്യരുത്.
പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ ബാറ്റ കൊടുക്കുന്ന സമയമായി, നമ്മൾ 5 ദിവസമാണ് പറഞ്ഞത്, 7 ദിവസം വരെ പിടിച്ച് മാക്സിമം 10 ദിവസം പിടിച്ച് നിർത്താം, അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാം. ഇത് ബാറ്റ കിട്ടില്ല ബാറ്റ കിട്ടില്ല അങ്ങനെ പറയരുത്. പ്രൊഡക്ഷൻ കൺട്രോളറോ പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരാളും പറയരുത്. ചില പ്രൊഡക്ഷനിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ട് കൊടുക്കും, ഇത് പറഞ്ഞ് നിന്നോട്ടാ ഒന്നും കിട്ടില്ല, അത് ഇഷ്യൂ ആവും, പാട്ടാവും, മറ്റു പടങ്ങളിൽ ഈ പാട്ടാവും, ഒരിടത്ത് വിളി കിടക്കും, ഇപ്പം എന്തെങ്കിലും വരാതിരിക്കുന്നത് എടാ അവിടെ കാശില്ലാന്നാണ് പറയുന്നത്, അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരിക്കലും ഒരു പ്രൊഡക്ഷൻകാരും ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാശ് മുടക്കുന്നവരില്ലേ ഇല്ല, ചിലപ്പോൾ സമയത്ത് സ്വാഭാവികം നിശ്ചിത്താൻ വൈകും, ഫണ്ട് കിട്ടാൻ ചിലപ്പോൾ ലേറ്റാവും. അത് മനഃപൂർവ്വം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കണ്ടറിയാം. അല്ലാതെ റെഗുലറായിട്ട് ചെയ്യുന്നവർക്കും സംഭവിക്കാറുണ്ട്. ഒരു ബ്ലോക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മറികടക്കാൻ അവരെന്തെങ്കിലും പലിശക്കെടുക്കാനോ കാര്യമോ അതൊക്കെ ആലോചിച്ച് ഇത് തീർക്കണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ച് സാവകാശം സമയം വേണം. അത് ആകുമ്പോഴേക്കും ഇവിടെ ഇഷ്യൂ ആക്കുന്ന പണി നടത്തരുത്. ഇത് ചിലയിടത്തുണ്ട് ആ സ്വഭാവം, അത് നല്ലതിനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ സിനിമയിൽ ടാലൻറ്റിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് ലക്കിനാണോ? ടാലൻറ്റ് ഉള്ള ഒരുപാട് പേർക്ക് ലക്കില്ലാതിട്ട് ഇല്ലേ? സിനിമയിൽ ലക്കായപ്പോൾ എത്രയോ ടാലൻ്റ് ഉള്ളവർ ഒന്നും ആവാതെ കിടക്കും. ഇപ്പോൾ ടാലൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യം, ലക്കുള്ളവൻ കുറച്ച് ടാലൻറ്റും കൂടി ഇട്ടെങ്കിൽ അവൻ രാജാവ് നിന്ന് പോകും. ടാലൻറ്റ് വേണം സിനിമ എന്തെങ്കിലും വന്ന് നിന്ന് പോകണമെങ്കിൽ ടാലൻറ്റ് വേണം. ഒരു ലക്കും കൂടെ ഉണ്ടെങ്കിൽ ചിലർ നോക്കും ഒരു ലക്കാണ് അവനതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ലക്കാണ് രക്ഷപ്പെട്ടത്. ഇത് ലക്കാണ്. ചേട്ടൻ്റെ പിന്നെ ഇറങ്ങാനുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? എൻ്റെ ഇപ്പോൾ ഒന്നിപ്പോൾ ഞാൻ ഡബ് ചെയ്തിട്ടില്ല, അത് ഞാൻ പറഞ്ഞ മോഹനവല്ലി, പിന്നെ തുടക്കം ഇറങ്ങി, പിന്നെ ഒരു മൂലം പൂരാടം എന്നും പറഞ്ഞിട്ടൊരു പടം ചെയ്തിരുന്നു. അത് ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞാൽ അത് എന്താണ് അവസ്ഥ എന്നറിയില്ല, അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഒറ്റക്കൊമ്പൻ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ്റെ അടുത്തേക്ക് ഇപ്പം ഞാൻ ഒരു കഥ പറയാൻ വരണമെങ്കിൽ ചേട്ടൻ അതിൽ എന്താ കഥയാണോ ചേട്ടൻ്റെ ക്യാരക്ടറാണോ നോക്കുക? കഥ കേൾക്കും, കഥ എങ്ങനെ ഓടുന്ന സംഭവമാണോ കേൾക്കും. പിന്നെ ക്യാരക്ടറിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്. പണ്ടതൊന്നും നോക്കില്ലായിരുന്നു, എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തു. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചെയ്യുന്നു എന്നറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളതനുസരിച്ച് പോയില്ലെങ്കിൽ ഇവൻ ഇപ്പോഴും പഴയ പോലെയാന്ന് പറയും. വലിയ ഇമ്പോർട്ടൻസ് അല്ല ഞാൻ പറഞ്ഞത്, കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു ലൈഫുണ്ടോ. എങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യണമെന്നാണ് ചേട്ടൻ? എനിക്ക് നായകനാവണമെന്നും ആഗ്രഹമില്ല അതിലുള്ള. പക്ഷെ നമ്മളെ മലയാള സിനിമയിൽ നായകനാവണം എന്ന് അങ്ങനെ ഒരു എഴുതപ്പെട്ടൊരു അങ്ങനത്തെ കാര്യങ്ങൾ അതില്ല. മലയാള സിനിമയിൽ അത് കുറവാണ്. ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നോക്കിയാൽ കാരണം പിന്നെ പക്ഷെ അവരുടെ കഴിവുകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് അതിൻ്റെ ഒരു പേടിയൊന്നുമില്ല. ഇല്ല. അപ്പോൾ വില്ലൻ വേഷങ്ങൾ എല്ലാം കിട്ടിയാലും ഞാൻ ചെയ്യും. ലിമിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് നല്ല വേഷമാണോ കിട്ടിയാലും. പലരും എന്നോട് ചോദിച്ചാൽ ഞാൻ സെൻറ്റിമെൻറ്റ്സ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയ സാധനമാണ് വാനമ്പാടി. രജപുത്ര രഞ്ജിത്തേട്ടൻ, ചിപ്പിയുടെ ഹസ്ബൻഡ് രജപുത്ര ഫിലിംസ് രഞ്ജിത്തേട്ടൻ്റെ സീരിയലാണ് വാനമ്പാടി. അത് ഏഷ്യാനെറ്റിലെ ഗംഭീര സീരിയലായിരുന്നു. ഒരുപാട് എപ്പിസോഡ് പോയ നല്ല സീരിയലാണ്. ചെറിയ വേഷം എന്ന് പറഞ്ഞ് വിളിച്ചതാണ്, പക്ഷെ ഞാൻ 300-350 എപ്പിസോഡ് ചെയ്തു. അതിൽ സീരിയസ് ക്യാരക്ടറാണ്, സെൻറ്റിമെൻറ്റ്സ് കണ്ടമാനമുണ്ട്, ആൾക്കാരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതെനിക്ക് നല്ല മൈലേജ് കിട്ടി വാനമ്പാടി. സിനിമ അതിനു മുമ്പ് ഈ സിനിമയെക്കാളും മൈലേജ് കിട്ടിയ വാനമ്പാടി കൊണ്ട്. അങ്ങനെ ഇപ്പോൾ മലയാള സിനിമയിൽ നല്ലൊരു തമാശ പടം എന്ന് പറയാൻ ഇപ്പോൾ പണ്ടത്തെ കുറേ തമാശ പടങ്ങളുണ്ട്. അതിപ്പോഴും റിപ്പീറ്റ് ജനം കാണുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ഇപ്പോഴും റാംജിറാവ് വിട്ടാൽ ജനം കണ്ടോണ്ടിരിക്കും. അതെ, കിലുക്ക വിട്ടാൽ കണ്ടോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു റിപ്പീറ്റ് കഥയ്ക്കനുസരിച്ചുള്ള കോമഡിയുള്ള പടങ്ങളതൊക്കെ. ദിലീപേട്ടൻ്റെ പഴയ സിനിമകളെ തന്നെ പറയുകയാണെങ്കിൽ എന്തോരം അത്രത്തോളം നല്ല റിപ്പീറ്റ് വാച്ചുള്ള പടങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ അതിൻ്റെ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ വേറൊരു രീതിയിലാണ് സിനിമ. ഇപ്പോഴത്തെ കോമഡി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോമഡിയാണ് ജനത്തിന് ഇഷ്ടം. ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്ന കോമഡിയേക്കാളും വന്നു പോകുന്ന സംഭവങ്ങൾ. മോഹിനിയാട്ടത്തിനൊക്കെ അതിൻ്റെ ഒരു അതും ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കുമ്പോഴാണ് വൾഗറാവുന്നത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഒരു കോമഡി സിറ്റുവേഷൻ ഒരു പടത്തിൽ അയാൾ കോമഡിക്കാരനായി അങ്ങനെയാണല്ലോ. ഇപ്പോൾ അങ്ങനെയില്ല. സീരിയസ് ക്യാരക്ടർ ചെയ്യുന്നവരും കോമഡി ചെയ്യുന്നുണ്ട്, അവരുടെ ഡയലോഗിലൂടെ പ്രസൻസിലൂടെ കോമഡി വരുന്നില്ല. ഈ പഴയ കാലത്ത് ലാൽ സാറിൻ്റെ ഒക്കെ തന്നെ ദൂരം കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിക്കാറില്ലേ പല ഡയലോഗുകളും. ഇപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാനുള്ള ഒരു ആകാംക്ഷയിലും ചോദിക്കുന്നതാണ്, ഈ അവരുടെ ഉണ്ടാക്കുന്ന തമാശകൾ ഇത് എങ്ങനെയാണ് ഓൺ സ്പോട്ടിൽ ഉണ്ടാക്കുന്ന കുറേ തമാശകൾ സ്പോട്ടിലുണ്ടാക്കുന്നത് കുറച്ചൊക്കെ മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ദിലീപ്, നാദർഷ, റാഫി സാറ്, ഷാഫി സാറ് കാട്ടിൽ. അവരൊക്കെ ഓൺ ദ സ്പോട്ടിൽ, സലീംകുമാർ സ്പോട്ടിൽ ഇത് പരിപാടി ഉണ്ടാക്കും.
ഒരു ക്യാരക്ടർ പറഞ്ഞു വരുമ്പോൾ തന്നെ അതിങ്ങനെ പറഞ്ഞാലും അപ്പോൾ അതിലും ശരി അതങ്ങനെ അവസാനം എവിടെ എഡിറ്റ് ചെയ്യണം എന്നുള്ള ഇതായി അവരെന്നെ ചിരിക്കുമായിരിക്കും പറഞ്ഞിട്ട്. എനിക്ക് കാണുന്നവർ ചിരിക്കും. അത് നമുക്ക് എഡിറ്റിങ്ങിന് വരുമ്പോഴേ അവർക്ക് കൺഫ്യൂഷൻ ആവും, എങ്ങനെ എഡിറ്റ് പടം കുറയ്ക്കണ്ടേ. അതെ, ചില പടങ്ങളുടെ ഫസ്റ്റ് കട്ട് വരുമ്പോഴേക്കും 4 മണിക്കൂറൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് വണ്ടിപ്പടയ്ക്ക് ഉണ്ടായിരുന്നു. വണ്ടിപ്പടയ്ക്ക് ഉദാഹരണം ഒരു സീനുണ്ട്, ഞാനായിരുന്നു എൻ്റെ പ്രശ്നം കണ്ടു. ഒരു വെള്ളത്തിൽ കുളിക്കുന്ന ഒരു സീനുണ്ട്. ദിലീപ്, സലീം കുമാർ, ഹരിശ്രീ അശോകൻ, എൻ്റെ റാഫി ഉണ്ട് അവിടെ, കേട്ടിട്ടുണ്ട്. ഒരു സംഭവം എൻ്റെ അടുത്ത് ഒരു 8 മണിക്കൂർ ഷോട്ടില്ല, അത് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പഴനിക്ക് പോകണം. നെയ്ക്കാരെപ്പറ്റി വീടാണോ, ബാക്കി എല്ലാം അങ്ങോട്ട് വിട്ടോ ഞാൻ പറയാം. അത് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 3 നേരം കാരണം ഇവിടെ ഇങ്ങനെ പറഞ്ഞ് കോമഡി കയറി അന്തമില്ലാതെ കൂട്ടി വെച്ചു. അത് എഡിറ്റിങ്ങിൽ ഇപ്പോൾ സാറേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടല്ലോ ടൈമിൽ കാര്യങ്ങളൊക്കെ തെറ്റി. ഇപ്പോൾ സ്പോട്ട് ഇംപ്രമൈസേഷൻ അതിന് മിടുക്കരവർ. ഇത് മിമിക്രി എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്, രാവിനൊക്കെ കഴിവുണ്ട്. ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ഇതേപോലെ തമാശകൾ കൊണ്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച പല ആൾക്കാരൊന്നും ഇല്ല, എല്ലാവരും പോയി. അപ്പോൾ അവരുടെയൊക്കെ ആ വോയിഡ് സ്പേസ് എത്രത്തോളം ഇപ്പോഴത്തെ ഇതിൽ വെച്ചിട്ട് അല്ല, അത് നമുക്ക് അവരുടെ സ്പേസ് ഇപ്പോഴും പലതും ഒഴിഞ്ഞ് നടക്കുന്നു. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ആൾക്കാർ ഇതുവരെ വന്നു. ജഗതി ചേട്ടൻ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് അദ്ദേഹം സുഖമായിട്ട് വരണം അല്ലേ. മുരളിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ, ശങ്കരാടി ചേട്ടൻ, എന്താ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ചൂടുകളുണ്ട് ചേട്ടൻ അല്ലേ. വേണിച്ചേട്ടൻ പോലെ ഉണ്ട് കാണാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മറ്റേ ശങ്കർ സാറ് പറഞ്ഞിട്ടുണ്ടല്ലേ. അവരങ്ങനെയാണല്ലോ അതിലേക്ക് തന്നെ വിളിക്കുന്നത്. അതെ, അതിലേക്ക് ഞാൻ ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ, പക്ഷേ ഈ പടത്തിന് മുന്നേയും പിന്നെ ശങ്കർ സാറിൻ്റെ പടത്തിന് മുന്നേയും ഞാൻ ഇത് എടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമായിരുന്നു. അവർ ഏകദേശം ആ ഒരു എൻ്റെ ഒരു താടി ഫോട്ടോ കണ്ട് വേണിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് അത് വെച്ചിട്ടാണ് എന്നെ ഇയാളെ ഒന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ശങ്കർ സാറിൻ്റെ മാനേജർ നമ്മുടെ ബാബു ഷഹീർ, അതായത് സൗബിൻ്റെ ഫാദർ, അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഫാസിൽ സാറിൻ്റെ പടത്തിനൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ഞാനായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിന് നമ്പർ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു, ഈ വ്യക്തിയെ ഒന്ന് കിട്ടണം. അതുപോലെ ആശീർവാദിലെ മനോഹരനെയും വിളിച്ചിരുന്നു. മനോഹരൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഫിനാൻസ് കൺട്രോളർ. ഉടനെ ബാബു ഷഹീർ ഇത് നമ്മുടെ ആളാണ്, ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പർ അയച്ചു കൊടുത്തു. അങ്ങനെ അവർ വിളിച്ചത്. അത്രയും വലിയ പടത്തിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയ ഞാൻ ആദ്യം കളിപ്പിക്കാതിരിക്കുന്ന കരുതി വിളിച്ചോണ്ട്. പിന്നെ മദ്രാസിൽ കാർത്തിക് ഉണ്ടായിരുന്നു, ലിസൺ ഓഫീസർ നമ്മുടെ, ഇപ്പോഴത്തേക്കും ഇല്ല, മരിച്ചുപോയി. അന്നപ്പം ഞാൻ കാർത്തികിന് ഈ നമ്പർ അയച്ചു കൊടുത്തു. ഇങ്ങനെ മദ്രാസിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, ശങ്കർ സാറിൻ്റെ മാനേജരാന്ന് പറയുന്നത് സത്യമാണോ എന്നെ കളിപ്പിക്കണമെന്ന് നീ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കാൻ പോയതായിരുന്നു. കറക്റ്റാണ്. അവർ കുറേ ദിവസമായി വിളിക്കുന്നു, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവരെന്താ ചെയ്ത് അവർ വേറെ ആളെ നോക്കിക്കോട്ടെ എന്ന് നോക്കി. എന്തിനാണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു ടിക്കറ്റ് ഇട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ പോയി ഒരു ഗെറ്റപ്പൊക്കെ നോക്കി. അത്രയും വലിയ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് വേറൊരു ഇൻഡസ്ട്രിയാണ്. അവിടെ നമ്മൾ അഭിനയിക്കാൻ പോയതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷൻസ് ഇല്ല, ഒന്നും അറിയണ്ടല്ലോ. നമ്മൾ രാവിലെ അവർ പറയുന്ന സ്ഥലത്ത് സമയം നമുക്ക് നല്ല അക്കോമഡേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ഒരു കാരവൻ. അവിടുത്തെ ഒറ്റ പ്രശ്നം വെച്ചാൽ അവിടുത്തെ കാരവണൊന്നും റിമോട്ട് ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒറ്റ ഇതിലിട്ട് ഐസ് പോലെ ഇരിക്കും, കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. കാരണം റിമോട്ടൊന്നും തപ്പിയിട്ട് ഞാൻ കണ്ടില്ല. എനിക്കൊന്നും ഇരിക്കാൻ വയ്യാണ്ട് ഞാൻ പുറത്ത് ആ പടത്തിനെ സംബന്ധിച്ചൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സമ്മതിക്കില്ല. സാർ ഈ ഗെറ്റപ്പ് ആരും കാണായിരുന്നു, കാരണം ഞാൻ അപരം ചെയ്യാണ്. ആ പടത്തിനെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ തന്നെയാണ്, ലൊക്കേഷനിൽ തന്നെയാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. ഇല്ല, റേഷനൊക്കെ അവിടെ തന്നെ. അത്ര ആളുകൾ, ജൂനിയർ ആർട്ടിസ്റ്റ് 10,900. ഇന്നിങ്ങനെ ഇറങ്ങി ഇവരൊന്നും കാണരുത് സാർ, അതിനാൽ ഉള്ളേ പോകും. ഈ ഉള്ളിലിരിക്കാൻ പറ്റണ്ടേ. ഞാൻ അവരെ വിളിച്ചിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്തൊക്കെ എനിക്ക് വേണ്ടാന്നോ. നമ്മളിങ്ങനെ കാരണം ഇത് പരിചയമില്ല, നമ്മുടെ ജോലിയെല്ലാം പ്രൊഡക്ഷനല്ലേ. അപ്പം അതല്ല അങ്ങനെ ഞാൻ ചോദിക്കുക, മറ്റേ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അവർ നമ്മുടെ മലയാളം സിനിമ സ്റ്റൈലല്ല. അവർ തുടങ്ങി കുറച്ച് സീൻസ് എടുക്കുന്നു, നിർത്തുന്നു, ഇന്ന സമയം ഒന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ 3ാം ഭാഗം ചെയ്യാൻ പോകുന്നൊക്കെ 3 തീർന്നല്ലോ. അതിൻ്റെ ഇന്ത്യൻ 2, ഇന്ത്യൻ 3 ഒക്കെ തീർത്തിരിക്കുക, എല്ലാം കഴിഞ്ഞു. അത് അന്നേരം റിലീസ് ആവാനുള്ളൂ, റിലീസ് ചെയ്യാൻ മതി. ഓക്കെ. കാരണം ഞാനന്ന് കണ്ടു ആ പടമൊക്കെ. എന്നെ അത് 2-3 പ്രാവശ്യം കാണിച്ചിട്ടാണ് അഭിനയിക്കാൻ വിളിച്ചത്. വേണിച്ചേട്ടൻ്റെ മാനേഴ്സ് ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഫുൾ പടം ഇട്ട് തന്നു. അന്ന് ഇന്ത്യൻ 2 റിലീസ് ആയിട്ടില്ല. ഇന്ത്യൻ 2 ഇട്ട് തന്നു. അപ്പോൾ ബാക്കി വരുന്ന 3ലേക്ക് വരുന്ന ഭാഗങ്ങളാണ് അതും ഇട്ട് തന്നു. ഒരു ഷൂട്ട് ചെയ്ത് മൊത്തം ഇട്ട് തന്നു. 3 വല്ലതും ബാലൻസ് എടുക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല.
ചേട്ടൻ 3-ലുണ്ടല്ലോ. ഇല്ല, ഞാൻ ആ അഭിനയിച്ച കൂട്ടത്തിൽ 3-ലും വരുന്നു. വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണക്കാലം നല്ലൊരു ഓണക്കാലമാണ്. മോഹിനിയാട്ടം റിലീസായി. ഇനി വരുന്ന പടങ്ങൾ ഭാഗ്യത്തിന് നല്ല നല്ല പടങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കരിയറിലൊരു ഗ്രോത്ത്, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചേട്ടന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ എനിക്ക് ബന്ധപ്പെട്ട് കിട്ടിയ ഭാഗ്യമാണ്. വന്ന് എൻട്രി ചെയ്തത് തന്നെ നല്ല ബാനർ. ജോഷി സാർ, രഞ്ജി പണിക്കർ സാർ, സുരേഷ് ചേട്ടൻ അന്ന് കത്തിയിരിക്കുന്ന സമയം, സുരേഷ് ഗോപി സാർ, ചേട്ടൻ ഇപ്പോഴാണല്ലോ രാഷ്ട്രീയത്തിൽ പോയപ്പോഴാണല്ലോ സിനിമകളൊന്നും ചെയ്യാത്തത്. ആ ഒരു സമയത്ത് 7 ആർട്സിൻ്റെ ബാനറിൽ 7 ആർട്സ് മോഹനേട്ടൻ വന്ന് ലീഡിങ് കൺട്രോളർ, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത് കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് പടങ്ങളിൽ പോകാൻ പറ്റി. ലാൽ ജോസിൻ്റെ ആദ്യത്തെ പടത്തിൽ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ അഭിനയിച്ച് പാടാൻ പറ്റി. യേശുദാസിൻ്റെ ശബ്ദത്തിൽ, ദാസ് സാറിൻ്റെ ശബ്ദത്തിൽ കരുണാമയനെ കാവലിലൂടെയൊക്കെ ദാസേട്ടനാണ് പാടിയിരിക്കുന്നത്. അഭിനയിച്ച് പാടാൻ പറ്റി. കമൽഹാസൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ലാൽ സാറ്, പ്രിയൻ സാറ്, അവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. മമ്മൂക്കയുടെ കൂടെ ഞാൻ വളരെ കുറച്ച് പടങ്ങളെ വർക്ക് ചെയ്തിട്ടുള്ളൂ, എന്നാലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വർക്കായിരുന്നു. ബാക്കി മലയാളത്തിലെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ലീഡിങ് ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതെ അതെ, അത്രയും വർഷത്തെ ഒരു വാസ്റ്റ് എക്സ്പീരിയൻസും ചേട്ടനുണ്ട് മുതൽക്കോട്ടായിട്ട്. അപ്പം ഇനിയും നല്ല നല്ല പ്രൊജക്റ്റുകൾ വരട്ടെ. ചേട്ടൻ്റെ നല്ല നല്ല പെർഫോമൻസുകൾ കാണാൻ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. എല്ലാവിധ ആശംസകളും ഞാനും തരുന്നു. ഇങ്ങനെ വരാനും ഇവിടെ വന്ന് നിങ്ങൾ സംസാരിക്കാനും ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും തിരുവോണാശംസകൾ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.